Dear students, today we are discussing some notable MCQs from organisms and populations. Okay, first question, the levels of biological organization in ecology. അപ്പോൾ ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ മീൻസ് ഇക്കോളജിക്കൽ ഓർഗനൈസേഷൻ എന്നാണ്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അത് ഫ്രം സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ടു ബയോസ്ഫിയർ വരെ വരും. ഇതിന് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. അതായത് ട്രൂ ബയോളജിക്കൽ ഓർഗനൈസേഷൻ. അപ്പോൾ ട്രൂ ബയോളജിക്കൽ ഓർഗനൈസേഷൻ മീൻസ് it focuses on the life from simple to complex within the same organism. അപ്പോൾ ഒരു ഓർഗാനിസത്തിനകത്തുള്ള സിമ്പിൾ ടു കോംപ്ലക്സ് ആ ഹയറാർച്ചിയാണ് ബയോളജിക്കൽ ഓർഗനൈസേഷനകത്ത് ഫോക്കസ് ചെയ്യുന്നത്. അതേസമയം ഇക്കോളജിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അത് ഓർഗാനിസംസ് തമ്മിലുള്ള അല്ലെങ്കിൽ ഓർഗാനിസംസും അതിൻ്റെ എൻവയോൺമെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ സ്റ്റഡിക്കാണ് ഇക്കോളജിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ടു ഓർഗാനിസം വരെ ബയോളജിക്കൽ ഓർഗനൈസേഷനും ഓർഗാനിസംസ് ടു ബയോസ്ഫിയർ അത് ഇക്കോളജിക്കൽ ഓർഗനൈസേഷനുമാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇക്കോളജിക്കൽ ഓർഗനൈസേഷനാണ്. അതായത് 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. അതിൽ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. അതായത് നമ്മൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് തൊട്ട് പറയുകയാണെങ്കിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് അതായത് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഇത് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്? ആറ്റമായിട്ട് മാറും. ആറ്റംസ് ചേർന്ന് മോളിക്യൂൾ ഉണ്ടാകും. മോളിക്യൂൾസ് ചേർന്ന് സെൽ ഓർഗൻസ് അസംബിൾ ചെയ്തിട്ടാണ് സെല്ലായിട്ട് മാറുന്നത്. സെല്ല് ചേർന്നിട്ട് എന്തായിട്ട് മാറും? ടിഷ്യൂസ് ചേർന്ന് ഓർഗൻസ് ചേർന്ന് ഓർഗൻ സിസ്റ്റംസ് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഓർഗാനിസം. അപ്പോൾ ഓർഗാനിസം എന്ന് പറയുമ്പോൾ അതൊരു ഇൻഡിവിജ്വലാണ്, അതൊരു സ്പീഷീസാണ്. ഇതുവരെയുള്ളതാണ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ. അപ്പോൾ സിമിലർ ഇൻഡിവിജ്വൽസിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് വിളിക്കും. പല പോപ്പുലേഷൻ ഇൻട്രാക്ഷനെയാണ് നമ്മൾ വിളിക്കുന്നത്? കമ്മ്യൂണിറ്റി എന്ന് വിളിക്കും. ആ കമ്മ്യൂണിറ്റിയും അതിൻ്റെ സറൗണ്ടിങ്സും തമ്മിലുള്ള ഇൻട്രാക്ഷനെയാണ് നമ്മൾ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഒരു വലിയ ലാർജ് ഏരിയയാണ് നമ്മൾ ബയോം എന്ന് വിളിക്കും. ആ ടോട്ടൽ ബയോസ്ഫിയർ അതാണ് അതിനകത്ത് വരുന്ന കമ്പോണൻസാണ് ഈ ബയോം എന്ന് പറയുന്നത്. ഇവിടെ വരുമ്പോൾ ഓർഗാനിസംസ്, പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റീസ്, ബയോം ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി ഓഡ് വൺ. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, സെക്സ്, പോപ്പുലേഷൻ, ഡെൻസിറ്റി. അതായത് ഈ ഓപ്ഷൻസ് എല്ലാം തന്നെ ഡിനോട്ട് ചെയ്യുന്നത് പോപ്പുലേഷൻ അട്രിബ്യൂട്ട്സ് ആണ്. പോപ്പുലേഷൻ അട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ ദി സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദി പോപ്പുലേഷൻ എന്നാണ്. അപ്പോൾ അതിനകത്ത് 5 ഫീച്ചേഴ്സാണ് പറയുന്നത്. അതായത് ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, സെക്സ് റേഷ്യോ, ഏജ് പിരമിഡ്, പോപ്പുലേഷൻ ഡെൻസിറ്റി. ഇതാണ് 5 അട്രിബ്യൂട്ട്സ് ഓഫ് ദി പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ബർത്ത് റേറ്റ് വരുന്നുണ്ട്, ഡെത്ത് റേറ്റ് വരുന്നുണ്ട്, അതുപോലെ പോപ്പുലേഷൻ ഡെൻസിറ്റിയും വരുന്നുണ്ട്. പക്ഷേ സെക്സ് എന്നല്ല പറയുന്നത്. സെക്സ് എന്ന് പറയുമ്പോൾ അത് ഇൻഡിവിജ്വലിനാണ് സെക്സ്, മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ. പോപ്പുലേഷനെ സംബന്ധിച്ചിടത്തോളം സെക്സ് എന്നല്ല പറയുന്നത്, സെക്സ് റേഷ്യോ ആണ്. അപ്പോൾ ഇവിടെ ഓഡ് വൺ എന്ന് പറയുന്നത് ഏതാണ്? സെക്സ് ആണ്. ബാക്കിയെല്ലാം തന്നെ പോപ്പുലേഷൻ അട്രിബ്യൂട്ട്സ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ്? ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, പോപ്പുലേഷൻ ഡെൻസിറ്റി, അതുപോലെ സെക്സ് റേഷ്യോ, പിന്നെ ഏജ് പിരമിഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് ഇന്ത്യൻ ഇക്കോളജി. ഓപ്ഷൻസ് പി മഹേശ്വരി, MS സ്വാമിനാഥൻ, R മിശ്ര, AG ടാൻസ്ലി. അപ്പോൾ ഇതിൻ്റെ ആൻസർ R മിശ്രയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ ഇക്കോളജി എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ പി മഹേശ്വരി. He is considered as the father of Indian embryology. അപ്പോൾ ഇന്ത്യൻ എംബ്രിയോളജിയുടെ ഫാദർ കണക്കാക്കുന്ന പി മഹേശ്വരി, അതുപോലെ ഫാദർ ഓഫ്
ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ, ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് MS സ്വാമിനാഥനാണ്. ഹീ ഈസ് ദ ഇനിഷ്യേറ്റർ ഓഫ് ലാബ് ടു ലാൻഡ് കൺസെപ്റ്റ്. ദെൻ ഡി ഓപ്ഷൻ AG ടാൻസ്ലി. ടാൻസ്ലിയാണ് ഇക്കോസിസ്റ്റം എന്ന വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നേച്ചർ. അത് 1935 ടാൻസ്ലി ഇക്കോസിസ്റ്റം എന്നുള്ള വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ R. മിശ്ര. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബയോളജിസ്റ്റ് സ്റ്റഡീഡ് ദി പോപ്പുലേഷൻ ഓഫ് റേറ്റ്സ് ഇൻ എ barn. He found that the average natality was 250, average mortality 240, immigration 20, emigration 30. The net increase in population is. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 4 ടേംസ്, അതായത് നേറ്റാലിറ്റി, മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ ആൻഡ് എമിഗ്രേഷൻ, ഇത് 4 പോപ്പുലേഷൻ ഡെൻസിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ബേസിക് പ്രോസസ്സുകളാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് NT+1 ഈസ് ഈക്വൽ ടു NT+I മൈനസ് D+E. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റി, അതിൻ്റെ സിമ്പിൾ ക്യാപിറ്റൽ N ആണ്. അപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് T+1 അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ ബർത്ത് റേറ്റ്, അത് നേറ്റാലിറ്റി എന്ന് പറയുന്നത് 250 ആണ്. 250 പ്ലസ് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്, ആ ഇമിഗ്രേഷൻ ആണ് 20 മൈനസ് എമിഗ്രേഷൻ, അതായത് ആദ്യം പറയുന്ന മോർട്ടാലിറ്റി, അത് 240 പ്ലസ് എമിഗ്രേഷൻ 30. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 0. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദി കോളം 1 and 2 and choose the correct option. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതെല്ലാം തന്നെ പലതരത്തിലുള്ള ഇൻ്റർ സ്പെസിഫിക് ഇൻട്രാക്ഷനാണ്. അപ്പോൾ ആ ഇൻ്റർ സ്പെസിഫിക് ഇൻറ്ററാക്ഷൻ്റെ കേസിൽ 6 ടൈപ്സ് ആണ് വരുന്നത്. ആ 6 ടൈപ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് മ്യൂച്വലിസം, അടുത്തത് കോമ്പറ്റീഷൻ, അത് കഴിഞ്ഞ് പാരസിറ്റിസം, പിന്നെ പ്രിഡേഷൻ, ദെൻ കമൻസാലിസം, ദെൻ അമൻസാലിസം. ഇതാണ് 6 ടൈപ്സ്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്ററാക്ഷനെ നമ്മൾ നോട്ട് ചെയ്യുന്നത്, അതായത് ബെനിഫിറ്റ് ആകാം ചിലതിന്, ചില കേസിൽ ഡെട്രിമെൻ്റൽ ആകാം, ചില കേസിൽ ന്യൂട്രൽ ആകാം. അപ്പോൾ ബെനിഫിഷ്യൽ ആണെങ്കിൽ പ്ലസ് എന്ന സിമ്പലും, ഡെട്രിമെൻ്റൽ ആണെങ്കിൽ മൈനസും, അതേപോലെ ന്യൂട്രൽ ആണെങ്കിൽ ഇങ്ങനെ 0യും കൊടുക്കും. ഇതാണ് അത് നോട്ട് ചെയ്യുന്ന സിമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ മ്യൂച്വലിസം ആണെങ്കിൽ അതിൽ 2 പാർട്ട്നേഴ്സിനും 2 സ്പീഷീസിനും ബെനിഫിഷ്യൽ ആയിരിക്കും, അതായത് പ്ലസ് ആയിരിക്കും, 2 പേർക്കും ബെനിഫിഷ്യൽ ആയിരിക്കും. അതേസമയം കോമ്പറ്റീഷൻ ആണെങ്കിൽ 2 പേർക്കും ഡെട്രിമെൻ്റൽ ആയിരിക്കും. പാരസിറ്റിസവും പ്രിഡേഷനും അതിൽ ഒരാൾക്ക് ബെനിഫിറ്റ്, മറ്റേയാൾക്ക് ഡെട്രിമെൻ്റലും. പക്ഷേ വ്യത്യാസം, പാരസിറ്റിസത്തിൽ ഹോസ്റ്റിന് ഡെട്രിമെൻ്റലും പാരസൈറ്റിന് ബെനിഫിഷ്യലുമായിരിക്കും. അതേസമയം പ്രിഡേഷൻ്റെ കേസിൽ പ്രിഡേറ്റർക്ക് ബെനിഫിറ്റും പ്രേക്ക് ഡെട്രിമെൻ്റലുമായിരിക്കും. ഇനി കമൻസാലിസം എടുക്കുമ്പോൾ അവിടെ ഒരാൾക്ക് ബെനിഫിഷ്യലും മറ്റേയാൾക്ക് ന്യൂട്രലുമായിരിക്കും, മറ്റേയാൾക്ക് ബെനിഫിറ്റുമില്ല ഡെട്രിമെൻ്റലുമല്ല. അടുത്ത അമൻസാലിസം എടുക്കുമ്പോൾ ഒരാൾക്ക് ഡെട്രിമെൻ്റലും മറ്റേയാൾക്ക് ന്യൂട്രലുമായിരിക്കും. ഇതാണ് 6 ടൈപ്സ് ഓഫ് ഇൻ്റർ സ്പെസിഫിക് ഇൻട്രാക്ഷൻ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് കമൻസാലിസം എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബെനിഫിഷ്യലും അതുപോലെ തന്നെ എന്താണ്
ന്യൂട്രലുമാണ്. അപ്പോൾ കമൻസാലിസം തേർഡാണ് വരുന്നത്. ഇനി അമൻസാലിസം പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് ഡെട്രിമെൻ്റലും മറ്റേ ന്യൂട്രലും. അപ്പോൾ സെക്കൻഡ്. മ്യൂച്വലിസം, രണ്ട് പേർക്ക് ബെനിഫിഷ്യലാണ്. അപ്പോൾ ഇനി പ്രിഡേഷൻ പറയുന്നത് എന്താണ്? ഒരാൾക്ക് ബെനിഫിഷ്യലും മറ്റേ ഡെട്രിമെൻ്റലും. അപ്പോൾ 4. അപ്പോൾ ആൻസർ വരുന്നത് ഇതിലേതായിരിക്കും? 4th ആണ്, അതായത് ഇത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദി ഓഡ് വൺ ഫ്രം ദി ഫോളോയിങ്. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നതെല്ലാം പാരസൈറ്റ്സ് ആണ്. ടിക്സ്, ലൈസ്, ടേപ്പ്വേം, കോപ്പോഡ്സ്. അപ്പോൾ ഇതിൽ ടിക്സ് എന്ന് പറയുന്നത് ചെള്ളാണ്. അത് ഡോഗ്സിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ടിക്സ് ഓൺ ഡോഗ്സ്. അതുപോലെ ലൈസ് ഓൺ ഹ്യൂമൻ, അതായത് അത് പേൻ. അതുപോലെ ടേപ്പ്വേം, അതൊരു പാരസൈറ്റാണ്, അതായത് എൻഡോ പാരസൈറ്റാണ്. അത് ഹ്യൂമൻസിൽ ഉണ്ടാക്കുന്ന ടീനിയാസിസ് എന്ന് പറയുന്ന ഒരു ഇൻറ്റസ്റ്റൈനൽ ഡിസീസാണ്. അതായത് നമ്മൾ ബീഫ് ടേപ്പ്വേം, പോർക്ക് ടേപ്പ്വേം എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ പല സ്പീഷീസുകളാണ്. ടേപ്പ്വേമിൻ്റെ പല സ്പീഷീസുകൾ, അത് ഇൻറ്റസ്റ്റൈനൽ ഡിസീസാണ് പ്രധാനമായിട്ട് കോസ് ചെയ്യുന്നത്. പിന്നെ കോപ്പോഡ്സ്, അത് മറൈൻ ഫിഷിലാണ് കാണുന്നത്. കോപ്പോഡ്സ് എന്ന് പറയുന്നത് മറൈൻ ഫിഷിലാണ്, അതിൻ്റെ പുറത്താണ് കാണുന്നത്. അപ്പോൾ ഇതിൽ ഈ ടേപ്പ്വേം എൻഡോ പാരസൈറ്റാണ്, ബാക്കി 3 എക്ടോ പാരസൈറ്റാണ്. അപ്പോൾ ഓഡ് 1 എന്ന് പറയുന്നത് ടേപ്പ്വേം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ റിഗാർഡിംഗ് ദി ഫോളോയിങ് പിരമിഡ്സ്. അപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത് ഏജ് പിരമിഡ്സ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പോപ്പുലേഷൻ അട്രിബ്യൂട്ടിൽ വരുന്ന 5 ഫീച്ചേഴ്സിൽ ഒന്നാണ് ഏജ് പിരമിഡ്. അപ്പോൾ ആ ഏജ് പിരമിഡിൽ നമ്മൾ വെർട്ടിക്കലായിട്ട് ഏജ് ഗ്രൂപ്പിനെ കാണിക്കും. അതായത് വെർട്ടിക്കലായിട്ട് ഏജ് ഗ്രൂപ്പാണ് കാണിക്കുന്നത്. ഹൊറിസോണ്ടലായിട്ട് കാണിക്കുന്നത് അതിൻ്റെ പെർസെൻറ്റേജാണ് കാണിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് 3 ടൈപ്സ് ഓഫ് ഏജ് പിരമിഡ്സ് ആണ് കാണുന്നത്. ഡിക്ലൈനിങ്, അതുപോലെ തന്നെ എന്താണ് സ്റ്റേബിൾ, പിന്നെ എക്സ്പാൻഡ്. ഡിക്ലൈനിങ്, സ്റ്റേബിൾ, എക്സ്പാൻഡ്, ഇങ്ങനെയുള്ള 3 ഏജ് പിരമിഡ്സ് ആണ് കാണുന്നത്. അപ്പോൾ അതിൽ ഈ എക്സ്പാൻഡിങ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പ്രീ റീപ്രൊഡക്റ്റീവ്, അതായത് നമ്മുടെ നോക്കുമ്പോൾ ഏജ് ഗ്രൂപ്പ് നോക്കുമ്പോൾ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഏജ് ഗ്രൂപ്പ്സ് ആണ് വരുന്നത്. പ്രീ റീപ്രൊഡക്റ്റീവ്, റീപ്രൊഡക്റ്റീവ് ആൻഡ് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ്. ഇതാണ് 3 തരത്തിലുള്ള ഏജ് ഗ്രൂപ്പ്. അപ്പോൾ എക്സ്പാൻഡിങ്ങിൽ പ്രീ റീപ്രൊഡക്റ്റീവ് ആയിരിക്കും കൂടുതൽ. എക്സ്പാൻഡിങ്ങിൽ പ്രീ റീപ്രൊഡക്റ്റീവ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഈ ബി എന്ന് പറയുന്ന ഫിഗർ അത് പ്രീ റീപ്രൊഡക്റ്റീവ്, അതായത് ഇത് എക്സ്പാൻഡിങ് ആണ്. ബി എന്ന് പറയുന്നത് എക്സ്പാൻഡിങ് ആണ്. കാരണം എന്താണ്, ഇവിടെ പ്രീ റീപ്രൊഡക്റ്റീവ് ആണ് കൂടുതൽ. അപ്പോൾ ഇത് പ്രീ റീപ്രൊഡക്റ്റീവ് വരുന്നു, അപ്പോൾ അത് എക്സ്പാൻഡിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രയാങ്കുലർ ഷേപ്പായിരിക്കും. എക്സ്പാൻഡിങ്ങിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ട്രയാങ്കുലർ ഷേപ്പായിരിക്കും. അടുത്ത് രണ്ടാമത്തത് സ്റ്റേബിൾ. സ്റ്റേബിളിൻ്റെ കേസിൽ പ്രീ റീപ്രൊഡക്റ്റീവും അതുപോലെ റീപ്രൊഡക്റ്റീവ് കൂടുതലായിരിക്കും. പ്രീ റീപ്രൊഡക്റ്റീവ് കൂടുതലായിരിക്കും. അപ്പോൾ ഇത് സ്റ്റേബിളാണ്. ഇതിൻ്റെ ഷേപ്പ് ബെൽ ഷേപ്പാണ്. അപ്പോൾ ഈ സ്റ്റേബിളിൻ്റെ ആ സ്റ്റേബിൾ എന്ന് പറയുന്ന ആ ഷേപ്പിൽ വരുന്ന, അതായത് ആ ഗ്രൂപ്പിൽ വരുന്ന പിരമിഡിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? ബെൽ ഷേപ്പായിരിക്കും. കാരണം അവിടെ പ്രീ റീപ്രൊഡക്റ്റീവ് കൂടുതലായിരിക്കും. ഇനി ഡിക്ലൈൻ എന്ന് പറയുമ്പോൾ അവിടെ പോസ്റ്റ് റീപ്രൊഡക്റ്റീവാണ് കൂടുതൽ. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഏൺ ഷേപ്പാണ്, ഒരു കുടം പോലെയാണ് കാണുന്നത്. അപ്പോൾ ഇത് എന്താണ്? ഡിക്ലൈനിങ് ആണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഡിക്ലൈനിങ്, എക്സ്പാൻഡിങ്, അതുപോലെ തന്നെ സ്റ്റേബിൾ. ഇതാണ് ആ ഓർഡർ എന്ന് പറയും ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആൻസർ സി, ഡിക്ലൈനിങ്, എക്സ്പാൻഡിങ്, അതുപോലെ സ്റ്റേബിൾ. അപ്പോൾ ഡിക്ലൈനിങ്ങിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഏൺ ഷേപ്പാണ്, എക്സ്പാൻഡിങ്ങിൻ്റെത് ട്രയാങ്കുലർ ഷേപ്പാണ്, അതേസമയം സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ അത് ബെൽ ഷേപ്പാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി മാക്സിമം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് of a population that can be sustained in a given habitat is.
ഇപ്പോൾ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? വെർഹൾസ് പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ്. അപ്പോൾ നമ്മൾ ഗ്രോത്ത് മോഡൽസ്, പ്രധാനമായിട്ട് ഗ്രോത്ത് മോഡൽസ് 2 ടൈപ്സ് ആണ്. എക്സ്പോണൻഷ്യൽ ഗ്രോത്തും അതുപോലെ തന്നെ ലോജിസ്റ്റിക് ഗ്രോത്തും. അപ്പോൾ ആ ലോജിസ്റ്റിക് ഗ്രോത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇക്വേഷനാണ് പ്രപ്പോസ് ചെയ്ത് 2 പേരാണ് വെർഹൾസ് പേൾ. അതാണ് വെർഹൾസ് പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത് ഇക്വേഷൻ എന്നാണ് പറയുന്നത്. അതായത് ആ ഇക്വേഷൻ dn by dt is equal to rn into k minus n by k. ഇതാണ് വെർഹൾസ് പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത് ഇക്വേഷൻ. അടുത്ത ബി ഓപ്ഷൻ ക്യാരിയിങ് കപ്പാസിറ്റി. അപ്പോൾ ക്യാരിയിങ് കപ്പാസിറ്റിയുടെ സിമ്പൽ ക്യാപിറ്റൽ കെ ആണ്. അടുത്തത് നിഷ് എന്ന് പറയുന്നത് ഫങ്ഷണൽ റോൾ ഓഫ് എൻ ഓർഗാനിസം വിത്തിൻ ഇറ്റ്സ് ഇക്കോസിസ്റ്റം. ഒരു ഇക്കോസിസ്റ്റത്തിലെ ഒരു ഓർഗാനിസത്തിൻ്റെ ഫങ്ഷണൽ റോൾ. ഓരോ ഓർഗാനിസത്തിനും ഓരോരോ റോളുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കും, ചിലതിനെ ഡീകമ്പോസേഴ്സ് എന്ന് വിളിക്കും, ചിലതിനെ കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കും. ഇത് തന്നെ പല കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ ഫങ്ഷണൽ റോളായിരിക്കും. അതിനെയാണ് നിഷ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്, അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മാൾ ആർ കൊണ്ടാണ്. അതായത് നമ്മൾ ഡാർവീനിയൻ ഫിറ്റ്നസ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് എന്നൊക്കെ പറയുന്നതാണ് ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ എബിലിറ്റി ടു പ്രൊഡ്യൂസ് മോർ പ്രോജനി, കൂടുതൽ പ്രോജനിയെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഓർഗാനിസത്തിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ക്യാരിയിങ് കപ്പാസിറ്റിയാണ്. അതായത് ആ എൻവയോൺമെൻറ്റിനെ എന്തുമാത്രം ലിവിങ് ഓർഗാനിസത്തിനെ ക്യാരി ചെയ്യാനുള്ള എബിലിറ്റി, ആ എബിലിറ്റിക്കാണ് നമ്മൾ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഗ്രോത്തിലാണെങ്കിൽ ഈ ക്യാരിയിങ് കപ്പാസിറ്റിയെ ക്രോസ് ചെയ്തിട്ടാണ് ആ ജെ ഷേപ്ഡ് ഗ്രാഫ് പോകുന്നത്. ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ അറിയാം. അപ്പോൾ ആ ഗ്രാഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്യാരിയിങ് കപ്പാസിറ്റിയെ ക്രോസ് ചെയ്യുന്നു. അപ്പോൾ ആ എൻവയോൺമെൻറ്റിനെ അതിനെ നിലനിർത്താനുള്ള കപ്പാസിറ്റി കാണില്ല. അതാണ് ഒരു സഡൻ ഫോൾ ഉണ്ടാകുന്നത്. അതേസമയം ലോജിസ്റ്റിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എസ് ഷേപ്ഡ് ഗ്രാഫാണ്. ലാഗ് ഫേസ്, ലോഗ് ഫേസ്, സെൻസ് ഫേസ്. അത് ക്യാരിയിങ് കപ്പാസിറ്റിയുടെ പാരലായിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് അത് മോർ റിയലിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ആ നേച്ചറിൻ്റെ കപ്പാസിറ്റിക്കാണ്, ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിക്കാണ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ബി, ക്യാരിയിങ് കപ്പാസിറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പ്രോട്ടോസോവൻ reproduces by binary fission. What will be the number of protozoans in its population after 6th generation? അപ്പോൾ ഇത് വേറൊന്നുമല്ല, നമ്മുടെ 2n. അത് n എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടൈംസ്, അതായത് 2⁶. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 64. കാരണം ഇത് പ്രോട്ടോസോവൻ റീപ്രൊഡ്യൂസ് ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 64 നമ്പർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ ട്രൂ? സ്റ്റേറ്റ്മെൻറ്റ്സ് ലിമിറ്റഡ് റിസോഴ്സസ് ലീഡ് ടു കോമ്പറ്റീഷൻ. അടുത്തത് ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡൽ ഈസ് മോർ റിയലിസ്റ്റിക്. അപ്പോൾ ഇത് രണ്ടും ഞാൻ തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. ഗ്രോത്ത് മോഡൽസ് 2 ടൈപ്പ് ഉണ്ട്, എക്സ്പോണൻഷ്യൽ ഗ്രോത്തും അതുപോലെ തന്നെ ലോജിസ്റ്റിക് ഗ്രോത്തും. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ റിസോഴ്സസ് അൺലിമിറ്റഡ് ആയിരിക്കും. ആ അൺലിമിറ്റഡ് ആയതുകൊണ്ടാണ് സഡൻ ഗ്രോത്തും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ സഡൻ ഫോളും ഉണ്ടാകുന്നത്. അതാണ് ജെ ഷേപ്ഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. അത് എന്തിന് കാരണമാകും? റിയലിസ്റ്റിക് ഗ്രോത്ത് പോലെ ആയിരിക്കില്ല. മാത്രവുമല്ല, അവിടെ ഈ റിസോഴ്സ് ലിമിറ്റഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? കോമ്പറ്റീഷൻ ഉണ്ടാകും. രണ്ടാമത്തത് ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എസ് ഷേപ്ഡാണ്, അത് റിയലിസ്റ്റിക് ആണ്. ഓക്കെ, അടുത്ത് ഹൈ ആർ വാല്യൂ മീൻസ് ഹൈ ഡാർവീനിയൻ ഫിറ്റ്നസ്. അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ എബിലിറ്റിയാണ്, എന്തിനുള്ള? റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി. അത് ഡാർവീനിയൻ ഫിറ്റ്നസ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഹൈ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് എന്ന് പറയും. അതുപോലെ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് എന്ന് പറയും.
അടുത്ത പസഫിക് സാൽമൺ ഫിഷ് ബ്രീഡ് ഒൺലി വൺസ് ഇൻ ദെയർ ലൈഫ് ടൈം. അതായത് പസഫിക് സാൽമൺ ഫിഷും അതുപോലെ തന്നെ ബാംബു പോലുള്ള ഓർഗാനിസംസ് ലൈഫ് ടൈമിൽ ഒരിക്കൽ മാത്രമേ റീപ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മെക്കാനിസം ദാറ്റ് പ്രൊമോട്ട് കോ എക്സിസ്റ്റൻസ് റാദർ ദാൻ എക്സ്ക്ലൂഷൻ. അപ്പോൾ ഓപ്ഷൻസ് കോമ്പറ്റിറ്റീവ് റിലീസ്, റിസോഴ്സ് പാർട്ടീഷനിങ്, കോ എവല്യൂഷൻ, ബ്രൂഡ് പാരസിറ്റിസം. അപ്പോൾ ഇതിൻ്റെ ആൻസർ റിസോഴ്സ് പാർട്ടീഷനിങ് ആണ്. അപ്പോൾ റിസോഴ്സ് പാർട്ടീഷനിങ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മുമ്പ് GF ഗൗസ് അദ്ദേഹത്തിൻ്റെ ഒരു തിയറിയാണ് കോമ്പറ്റിറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. കോമ്പറ്റിറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അത് പറയുന്നത് ടു ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് കോമ്പീറ്റിംഗ് ഫോർ ദി സെയിം റിസോഴ്സ് cannot coexist indefinitely and the inferior one will be eliminated. എന്താണ്, വളരെ പെട്ടെന്ന് തന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്, എലിമിനേറ്റ് ചെയ്യുന്നുണ്ട് ഇഫ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. അപ്പോൾ റിസോഴ്സസ് ലിമിറ്റഡ് ആകുമ്പോൾ ഈ ഇൻഫീരിയർ ആയിട്ടുള്ളത്, അതായത് ടു ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് കോമ്പീറ്റ് ഫോർ ദി സെയിം റിസോഴ്സും, അപ്പോൾ സെയിം റിസോഴ്സിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നു, പക്ഷെ അതിന് കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിൽ ഇൻഫീരിയർ ആയിട്ടുള്ളത് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, എലിമിനേറ്റ് ചെയ്യപ്പെടും. ഇതാണ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ അതിന് ബദലായിട്ട് പറയുന്നതാണ് റിസോഴ്സ് പാർട്ടീഷനിങ്. അപ്പോൾ റിസോഴ്സ് പാർട്ടീഷനിങ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൊമോട്ട് കോ എക്സിസ്റ്റൻസ് ആണ് റാദർ ദാൻ എക്സ്ക്ലൂഷൻ. അപ്പോൾ എക്സ്ക്ലൂഷനേക്കാൾ, അതായത് ബിഹേവിയറലായിട്ടുള്ളത്, അതായത് ഫോറാജിങ് പാറ്റേൺസിലൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതിനെന്ത് ചെയ്യാൻ പറ്റും, കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ റിസോഴ്സ് പാർട്ടീഷനിങ് പറയുന്നത്. ഈ റിസോഴ്സ് പാർട്ടീഷനിങ്ങിനെ കുറിച്ചുള്ള അത് എക്സ്പ്ലെയിൻ ചെയ്തത് മാർക്ക് ആദർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്. അദ്ദേഹമാണ് ഫസ്റ്റ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റിസോഴ്സ് പാർട്ടീഷനിങ്ങിനെ കുറിച്ച്. ഇനി കോമ്പറ്റിറ്റീവ് റിലീസ് എന്ന് പറയുമ്പോൾ, അതായത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കോമ്പറ്റിറ്റീവ്ലി സുപ്പീരിയർ ആയിട്ടുള്ളത് എലിമിനേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ കോമ്പറ്റിറ്റീവ്ലി ഇൻഫീരിയർ ആയിട്ടുള്ളതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ റേഞ്ച് വളരെ പെട്ടെന്ന് കൂടും. അതാണ് കോമ്പറ്റിറ്റീവ് റിലീസ്. കോ എവല്യൂഷൻ എന്ന് പറയുമ്പോൾ ടു ഓർ മോർ ഇൻഡിവിജ്വൽസ് ഇൻഫ്ലുവൻസ് ഈച്ച് അതേഴ്സ് എവല്യൂഷൻ, ആ ചേഞ്ചിന്, അതിനെയാണ് കോ എവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. പിന്നെ ബ്രൂഡ് പാരസിറ്റിസം എന്ന് പറയുമ്പോൾ അതൊരു റീപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജിയാണ്. അതായത് ഇപ്പോൾ എന്താണ്, കാക്കയുടെ കൂട്ടിൽ കുയിൽ മുട്ടയിടുന്നത്, അത് ഏതിന് എക്സാമ്പിളാണ്, ബ്രൂഡ് പാരസിറ്റിസം. അപ്പോൾ ഇവിടെ എന്താണ്, മെക്കാനിസം വിച്ച് പ്രൊമോട്ട് കോ എക്സിസ്റ്റൻസ് റാദർ ദാൻ എക്സ്ക്ലൂഷൻ, അത് റിസോഴ്സ് പാർട്ടീഷനിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the symbol that represents population density and carrying capacity respectively. അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റി, അത് നമ്മൾ നേരത്തെ പറഞ്ഞു, പോപ്പുലേഷൻ ഡെൻസിറ്റി എന്താണ്, ക്യാപിറ്റൽ എന്നും ക്യാരിയിങ് കപ്പാസിറ്റി ക്യാപിറ്റൽ കെയുമാണ്. അപ്പോൾ ആൻസർ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോമ്പറ്റീഷൻ ക്യാൻ ഒക്കർ വെൻ. ഇപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് കോമ്പീറ്റ് ഫോർ ദി സെയിം റിസോഴ്സസ് ദാറ്റ് ആർ ലിമിറ്റിംഗ്. അപ്പോൾ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് എപ്പോഴാണ് കോമ്പീറ്റ് ചെയ്യുന്നത്, റിസോഴ്സസ് ലിമിറ്റഡ് ആകുമ്പോഴാണ്. അപ്പോൾ അത് അൺലിമിറ്റഡ് ആണെങ്കിൽ അവിടെ ഒരു എന്താണ്, ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തത്, ടോട്ടലി അൺറിലേറ്റഡ് സ്പീഷീസ് കോമ്പീറ്റ് ഫോർ ദി സെയിം റിസോഴ്സസ്. അപ്പോൾ ഇവിടെ അൺറിലേറ്റഡ് സ്പീഷീസുകൾ എന്തിനു വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നു, സെയിം റിസോഴ്സ്. അത് ലിമിറ്റഡ് ആയാലും അൺലിമിറ്റഡ് ആണ്, ലിമിറ്റഡ് ആണെങ്കിലും അൺലിമിറ്റഡ് ആണെങ്കിലും അവിടെ കോമ്പറ്റീഷൻ വരും. ഇവിടെയാണെങ്കിൽ ലിമിറ്റഡ് ആണെങ്കിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതും ശരിയാണ്. അടുത്തത് മൂന്നാമത്തത്, ദി ഫീഡിംഗ് എഫിഷ്യൻസി ഓഫ് വൺ സ്പീഷീസ് ഈസ് റെഡ്യൂസ്ഡ് due to the interfering and inhibitory presence of another species. ഇതിനെയാണ് നമ്മൾ ഇൻ്റർഫറൻസ് കോമ്പറ്റീഷൻ എന്ന് വിളിക്കും. ഇൻ്റർഫറൻസ് കോമ്പറ്റീഷൻ, അതായത് ഒന്നിൻ്റെ പ്രസൻസ് കൊണ്ട് മറ്റൊന്നിൻ്റെ ഫീഡിങ് എഫിഷ്യൻസി കുറയുന്നു. അപ്പോൾ ഇങ്ങനെയാണ് 3 തരത്തിലുള്ള കോമ്പറ്റീഷനാണ് നാച്ചുറൽ
കാണുന്നത്. ഓക്കെ, അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി മിസ്മാച്ച്ഡ് പെയർ. ഫസ്റ്റ് ഓപ്ഷൻ അബൻഡൻ ടോട്ടോയ്സ്, ഗാലപ്പഗോസ് ഐലൻഡ്സ്. അപ്പോൾ ഗാലപ്പഗോസ് ഐലൻഡ്സിലെ ഓർഗാനിസംസ് ആണ് അബൻഡൻ ടോട്ടോയ്സ്. അത് അവിടെ അബൻഡൻ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ ഈ ഗോഡ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ ഫീഡിങ് എഫിഷ്യൻസി ഈ ടോട്ടോയ്സിനേക്കാൾ കൂടുതലാണ്. സോ നേച്ചുറലി ഏത് എക്സ്റ്റിങ്ക്റ്റായി? അബൻഡൻ ടോട്ടോയ്സ് എക്സ്റ്റിങ്ക്റ്റായി. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും അല്ലെങ്കിൽ ആ പെയർ കറക്റ്റാണ്. രണ്ടാമത്തത് കലോട്രോപ്പീസ്, കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ്. കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് പോയിസണസ് ആണ്. അപ്പോൾ ഈ കാറ്റിൽ, അതായത് അതിൻ്റെ ബ്രോസിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഫീഡിങ് കപ്പാസിറ്റി എന്ത് ചെയ്യും? കുറയും. കാരണം അത് ഡിസ്റ്റേസ്റ്റ്ഫുൾ ആകും. അതുപോലെ ആനിമൽസിന് പലതരത്തിലുള്ള ഡിസീസസ് ഏതിൻ്റെ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് കൺസ്യൂം ചെയ്യുന്ന വഴി വരുന്നുണ്ട്. അപ്പോൾ അതും സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അടുത്തത് പിസാസ്റ്റർ. അതൊരു പ്രെഡേറ്റർ സ്റ്റാർ ഫിഷാണ്. അമേരിക്കൻ പസഫിക് കോസ്റ്റിലുള്ള ഒരു പ്രെഡേറ്റർ സ്റ്റാർ ഫിഷാണ് പിസാസ്റ്റർ. അപ്പോൾ അവിടുത്തെ ഇൻഡർടൈഡൽ ഏരിയയിൽ ഈ പിസാസ്റ്ററിനെ റിമൂവ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എക്സിസ്റ്റ് ചെയ്തിരുന്ന 10 സ്പീഷീസ് ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ് എക്സ്റ്റിങ്ക്റ്റ് ആയി ഡ്യൂ ടു ഇൻ്റർ സ്പെസിഫിക് ഇൻറ്ററാക്ഷൻ. അതായത് ഇൻട്രാ സ്പെസിഫിക് അല്ല, ഇൻ്റർ സ്പെസിഫിക് ആണ്. അപ്പോൾ ഇതാണ് ആൻസറായിട്ട് തെറ്റായിട്ട് വരുന്നത്. പിന്നെ ബലനസ്, അത് റോക്കി സീ കോസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡ്. അപ്പോൾ ഈ റോക്കി സീ കോസ്റ്റ് ഓഫ് സ്കോട്ട്ലൻഡിലെ അവിടുത്തെ ഇൻഡർടൈഡൽ ഏരിയയിൽ ഉണ്ടായിരുന്ന സുപ്പീരിയർ ബർണക്കിൾ എന്ന് പറയുമ്പോൾ സെഡൻറ്ററി ആർത്രോപോഡ്സ് ആണ്. അപ്പോൾ ഈ ബലനസ് കാരണം അവിടെ ഉണ്ടായിരുന്ന ഇൻഫീരിയർ ആയിട്ടുള്ള, കോമ്പറ്റിറ്റീവ്ലി ഇൻഫീരിയർ ആയിട്ടുള്ള കാത്തോമാലസ് അത് എക്സ്റ്റിങ്ക്റ്റ് ആയി. ഏത് കാരണം? ബലനസ് സുപ്പീരിയർ ആണ്, അതേസമയം കാത്തോമാലസ് എന്ന് പറയുന്നത് ഇൻഫീരിയർ ആണ്. ആ സുപ്പീരിയർ കാരണം ഇൻഫീരിയർ എക്സ്റ്റിങ്ക്റ്റ് ആയി. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓക്കെ, അപ്പോൾ ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ദി ഓഡ് വൺ ഔട്ട്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതെല്ലാം തന്നെ ഇൻ്റർ സ്പെസിഫിക് ഇൻട്രാക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇതിൽ പിക്ക് ദി ഓഡ് വൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രഡേഷൻ ഉണ്ട്, കോമ്പറ്റീഷൻ ഉണ്ട്, പാരസിറ്റിസം ഉണ്ട്, കമൻസാലിസം ഉണ്ട്. ഇതിൽ ഓഡ് വൺ എന്ന് പറയുന്നത് കോമ്പറ്റീഷനാണ്. ബാക്കി എല്ലാത്തിലും തന്നെ ആ മെമ്പേഴ്സ് ക്ലോസ്ലി ലിവ് ടുഗദർ. അത് ഒന്ന് മറ്റൊന്നിനെ പുറമായിട്ടും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആ ഇൻ്റർ സ്പെസിഫിക് അസോസിയേഷൻ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓഡ് വൺ എന്ന് പറയുന്നത് കോമ്പറ്റീഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇപ്പോൾ 15 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻസ്. എന്നിട്ട് അത് ആ ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെ നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.